ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് എന്നെ കുറച്ച് അധികം ആൾക്കാർ വിളിച്ചു ചോദിച്ചായിരുന്നു ഇപ്പം ഇവിടുത്തെ ഒരു ന്യൂസിനെ പറ്റിയുള്ള സത്യാവസ്ഥയൊക്കെ അറിയാൻ വേണ്ടി. അതായത് ആ ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റീസെൻ്റ്ലി ഇവിടുത്തെ NHS ഇംഗ്ലണ്ട് ഇല്ലാതാക്കാനുള്ള ഒരു ന്യൂസ് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ന്യൂസ് ഇവിടെ വന്നായിരുന്നു. അപ്പം അതിനെപ്പറ്റി നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല പല രീതിയിലുള്ള സ്റ്റോറീസ് ആണ്. അപ്പം അതിനോടനുബന്ധിച്ച് പല ആൾക്കാരും കുറച്ചൊക്കെ ടെൻസ്ഡ് ആയിട്ടുമുണ്ട് കേട്ടോ. എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, ഇനി NHS എല്ലാ ജോലി നഷ്ടപ്പെട്ടോ, സുധയുടെ ജോലി എന്തായി, സുധയ്ക്ക് ജോലിയുണ്ടോ, സുധയ്ക്ക് ഇപ്പം നാട്ടിലേക്ക് വരുമോ, അങ്ങനെ കുറച്ച് പേർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്ത് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന്. അപ്പം ഇതിന് ക്ലാരിഫിക്കേഷൻ തരണമെങ്കിൽ ആദ്യം NHS എന്താണെന്നും NHS ഇംഗ്ലണ്ട് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. NHS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് ആണ്. അപ്പം ഈ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ ആശുപത്രികളും, അതായത് എന്നെപ്പോലുള്ള നഴ്സുമാർ വർക്ക് ചെയ്യുന്നതും നമ്മളെപ്പോലെ ഇവിടെ ജീവിക്കുന്നവർക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കിട്ടുന്നതും ഈ NHSൻ്റെ അണ്ടറിലാണ്. അപ്പം ഈ NHSൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ മെയിൻ ആശുപത്രികൾ, GP സർവീസുകൾ, അതുപോലെ കമ്മ്യൂണിറ്റി സർവീസ് എല്ലാം തന്നെ NHSൻ്റെ അണ്ടറിലാണ്. അപ്പം നമുക്കിവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, അത് ചെറിയൊരു പനി ആയിക്കോട്ടെ, അതിന് ഡോക്ടറെ കാണണമെങ്കിലും, അല്ല ഒരു വലിയൊരു സർജറി ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്കിവിടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ മാസത്തെ സാലറി വരുമ്പോഴത്തേക്കും അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ഇവർ ടാക്സ് ആയിട്ടും നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ, അതായത് NI കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ പിടിക്കുന്നുണ്ട്. ഈ പൈസയിൽ നിന്നാണ് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി, നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് NHS കണ്ടെത്തുന്നത്. അപ്പം അതാണ് NHS ഇവിടെ ഫോം ആകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയെ അവർ റീസ്ട്രക്ചർ ചെയ്തപ്പോഴാണ് NHS എന്നുള്ള ഒരു മേഖല ഇവിടെ ഉണ്ടായതും അതിൻ്റെ അണ്ടറിലേക്ക് എല്ലാ ആരോഗ്യ പ്രവർത്തനങ്ങളെയും ഇവർ മാറ്റിയത്. അത് 2012 ഡേവിഡ് കാമറൂൺ പ്രധാനമന്ത്രിയുടെ അണ്ടറിലുണ്ടായിരുന്ന സർക്കാർ വന്നപ്പോഴത്തേക്കും NHS ഇംഗ്ലണ്ട് എന്നുള്ള ഒരു ഗവേണിംഗ് ബോഡി രൂപീകരിക്കുകയും ഈ NHSൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം ഈ NHS ഇംഗ്ലണ്ട് എന്നുള്ള ആ ഗവേണിംഗ് ബോഡിയുടെ അണ്ടറിലേക്ക് ആക്കുകയും ചെയ്തു. അതായത് NHSൽ ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാതെ NHSൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള ഒരു നിയന്ത്രണം NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഈ ഗവേണിംഗ് ബോഡിക്ക് ഗവൺമെന്റ് കൊടുത്തു. അത് നടപ്പിലാക്കിയത് 2012 ഡേവിഡ് കാമറോൺ സർക്കാരിന്റെ അണ്ടറിലുള്ള ആ ഒരു ഗവൺമെന്റാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നതും അതാണ് പിന്നെ നമ്മുടെ NHSനെ ഭരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അന്ന് മുതൽ ഡയറക്റ്റ് NHSന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും ഗവൺമെന്റിന് പ്രത്യേകിച്ച് പങ്കില്ലാതാകുകയും ഗവൺമെന്റിന്റെ ആകെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NHSലേക്ക് ഫണ്ട് കൊടുക്കുകയും പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കുറച്ച് ഉപദേശങ്ങൾ നൽകുകയും, അതാണ് NHSലേക്ക് ഗവൺമെന്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചെയ്യുന്നത് NHS ഇംഗ്ലണ്ട് ആണ്. അപ്പൊ ഈ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ഗവേണിംഗ് ബോഡി മാത്രമാണ്, NHSനെ ഭരിക്കുന്ന ഒരു ഗവേണിംഗ് ബോഡി മാത്രമാണ്. അപ്പൊ അതാണ് NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. NHS എന്ന് പറയുന്നത് നമ്മളെപ്പോലെ എല്ലാവരും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെല്ലാം വരുന്നത് NHS എന്ന് പറയുന്ന ഇതിൻ്റെ അണ്ടറിലും, NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഈ NHSനെ ഭരിക്കുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ്. അപ്പം ഈ NHS ഇംഗ്ലണ്ടിനെയാണ് ഇപ്പോഴത്തെ സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പം ഇത് ഈ NHS ഇംഗ്ലണ്ടിൽ ഏകദേശം 17,000 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ജോലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും, പക്ഷെ അതെല്ലാം ഭയങ്കര ഹയർ അതോറിറ്റിയുള്ള ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്നെ പോലുള്ള സാധാരണ നേഴ്സുമാരൊന്നുമല്ല ഈ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഈ NHSന്റെ അണ്ടറിൽ എന്നെ പോലെ ഏകദേശം 4 ലക്ഷത്തോളം നേഴ്സുമാരും ടോട്ടൽ ഏതായാലും 15 ലക്ഷത്തോളം ആൾക്കാർ NHSന്റെ ഡയറക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേതായാലും ഏകദേശം 4 ലക്ഷത്തോളം എന്നെ പോലുള്ള മലയാളി നേഴ്സുമാരുണ്ട്. അവരുടെ ജോലിക്കൊന്നും ഒരു പ്രശ്നങ്ങളും NHS ഇംഗ്ലണ്ട് അടച്ചുപൂട്ടുന്നത് കൊണ്ട് ഉണ്ടാകത്തില്ല. ഇത് NHS ഇംഗ്ലണ്ട് പോലെ NHS ഇംഗ്ലണ്ട് ഉണ്ട്, NHS വെയിൽസ് ഉണ്ട്, അങ്ങനെ പല പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിൽ NHS ഇംഗ്ലണ്ടിനെയാണ് ഇപ്പൊ ഇവിടെ അടച്ചുപൂട്ടുന്നത്. അപ്പൊ ഈ NHS ഇംഗ്ലണ്ട് അടച്ചുപൂട്ടിയുകൊണ്ട് നമ്മളെപ്പോലുള്ള നേഴ്സുമാർക്ക് എന്താണ് പ്രശ്നമെന്നല്ല ഇപ്പൊ വിചാരിക്കുന്നത്.
അതുകൊണ്ട് നമ്മളെപ്പോലുള്ള നേഴ്സുമാർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇതൊന്നും കൂടെ നല്ലൊരു തീരുമാനമാണെന്നാണ്. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ പോലുള്ള നേഴ്സുമാർ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എംപ്ലോയീസ് ആകുകയാണ്. അതുപോലെ തന്നെ ഈ NHSന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഡയറക്റ്റ് ഗവൺമെന്റിന് ഇനി ഇൻവോൾവ്മെന്റ് ഉണ്ടാകും. അതായത് ഫണ്ടിങ് ആണെങ്കിലും ആ ഫണ്ടിങ് ഈ NHSലേക്ക് കൊടുക്കുന്ന ഫണ്ടിങ് ഡയറക്റ്റ് അവർ NHS ഇംഗ്ലണ്ടിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിങ് ഡയറക്റ്റ് അവർ NHSലേക്ക് കൊടുക്കുകയും, അപ്പൊ ഇത് ഡയറക്റ്റ് ഗവൺമെന്റ് താഴെ അണ്ടറിൽ വരുമ്പോഴത്തേക്കും ഈ NHS ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സ്റ്റാഫിന് കൊടുത്തുകൊണ്ടിരുന്ന ആ പൈസ അതും കൂടെ നമ്മളെ പോലുള്ള സ്റ്റാഫിന് സാലറി തരാനും ഇവിടെ NHSന്റെ അണ്ടറിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒക്കെ ആ പൈസ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇപ്പോഴ് ഗവൺമെന്റിന്റെ ആ ഒരു തീരുമാനം ഇങ്ങനെ വന്നിരിക്കുന്നതും അതാണ് ഗവൺമെന്റ് ഒരു പ്രസ്ഥാനം. പക്ഷെ ഇത് ഒരു പരിധിവരെ നല്ലതാകുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പിന്നെ ഇത് പ്രോപ്പറായിട്ട് നടന്നു വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള നന്മയും തിന്മയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ വിശദാംശം. അല്ലാതെ ഇവിടെ ഒരു NHS ആശുപത്രിയിലും വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുടെ ജോലിയും പോയിട്ടില്ല, നമ്മളാരും പെട്ടിയും പെടക്കും എന്നും എടുത്ത് നാട്ടിലേക്ക് വരാനും ഇപ്പൊ ജോലി പോയെന്നും പറഞ്ഞ് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ വീഡിയോ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് അറിയിക്കാനും ഒന്ന് ഓർത്തേക്കണേ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. I will be back very soon with another video. Thank you.